അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8/6/2024 നടന്ന CPO എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/2024M. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന കുമിങ്താങ് പാർട്ടി, 2 ബോൾഷെവിക് പാർട്ടി, 3 ഫലാങ് പാർട്ടി, 4 മെൻഷെവിക് പാർട്ടി. ഉത്തരം എന്ന് പറയുന്നത് 1, 3 ആണ്. കുമിങ്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയുമാണ് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? പ്രസ്താവന 1 ബുധൻ, 2 ചൊവ്വ, 3 ശനി, 4 ശുക്രൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം. അതായത് ബുധനും ശുക്രനുമാണ് സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. രണ്ടാമത്തെ പ്രസ്താവന സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റു വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ആൻസർ 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന ഒന്നുകൂടെ വായിക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം എന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നാലാമത്തെ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിന് തലസ്ഥാനത്ത് നിലനിർത്തണം എന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ജപ്പാൻ, 2 ഇംഗ്ലണ്ട്, 3 ജർമ്മനി, 4 ഫ്രാൻസ്. ജപ്പാനും ജർമ്മനിയുമാണ് 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തത്. ഏതൊക്കെയാണ്? ജപ്പാനും ജർമ്മനിയുമാണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബംഗാൾ ദേശീയ സർവകലാശാല, 2 ജാമിയ മിലിയ ഡൽഹി, 3 ഡൽഹി സർവകലാശാല, 4 ശാന്തിനികേതൻ. ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3ഉം 4ഉം ഓപ്ഷൻ ആയിട്ടുള്ള 3ഉം 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഡൽഹി സർവകലാശാലയും ശാന്തിനികേതനുമാണ് ആൻസർ വരുന്നത്. അതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? സ്റ്റേറ്റ്മെന്റ് 1 ചേര രാജവംശം, 2 മൂഷക രാജവംശം, 3 ആയ് രാജവംശം, 4 ചോള രാജവംശം. സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൂഷക രാജവംശവും ആയ് രാജവംശവുമാണ് ഉൾപ്പെടാത്തത്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ആനമല, ബി ചേരക്കൊമ്പൻ മല, സി പുളച്ചിമല, ഡി ഇളമ്പാരിമല. ഉത്തരം ഓപ്ഷൻ ഡി ഇളമ്പാരിമലയാണ്. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ നോബൽ ആൻഡ് കാബിയസ്, ഓപ്ഷൻ ബി മാൻസിനസ് സി ആൻഡ് സിംബലിയസ് എൻ, ഫെസ്റ്റിനി ആൻഡ് ഹാവോർത്ത്, അതാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡി ഗെർലാഷെ ആൻഡ് സ്വെർഡ്രപ്പ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മാൻസിനസ് സി ആൻഡ് സെംബിലിയസ് എൻ. അടുത്ത ചോദ്യം നോക്കാം. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ്? ഓപ്ഷൻ എ കാമ്പ്, ഓപ്ഷൻ ബി ഭൂവൽക്കം,
ഓപ്ഷൻ സി അസ്തനോസ്ഫിയർ, ഓപ്ഷൻ ഡി അഗ്നിപർവ്വത ജന്യശില. ആൻസർ വരുന്നത് ഓപ്ഷൻ സി അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് അസ്തനോസ്ഫിയർ. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളതിൽ മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. സ്റ്റേറ്റ്മെൻറ്റ് 2, സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി വർത്തിക്കുന്നത് ഓസോൺ പാളിയിലാണ്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 3, ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. സ്റ്റേറ്റ്മെൻറ്റ് 4, ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. ആൻസർ വരുന്നത് ഒന്നാമത്തെയും നാലാമത്തെയാണ് സവിശേഷതകൾ. ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത് എന്നതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. ഇത് രണ്ടുമാണ് സവിശേഷതകൾ. അടുത്ത ചോദ്യം, കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ഓപ്ഷൻ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം. ആൻസർ കാശ്മീർ ഹിമാലയം. അടുത്ത ചോദ്യം, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ പഴങ്ങൾ, ഓപ്ഷൻ ബി നെല്ല്, ഓപ്ഷൻ സി കാപ്പി, ഓപ്ഷൻ ഡി ഗോതമ്പ്. ആൻസർ ഓപ്ഷൻ സി കാപ്പി. അടുത്ത ചോദ്യം, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ഓപ്ഷൻ എ ജനറൽ ഡെവലപ്മെൻറ്റ് പ്രൊഡക്റ്റ്, ബി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, സി ജനറൽ ഡെവലപ്മെൻറ്റ് പ്രൈസ്, ഡി ഇവയൊന്നുമല്ല. ആൻസർ ബി ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അടുത്ത ചോദ്യം, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ പ്രണബ് മുഖർജി, ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി അമിത് ഷാ. ആൻസർ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻസ് എ നീതി മണ്ഡൽ, ബി നീതി ബോർഡ്, സി പ്ലാനിംഗ് ബോർഡ്, ഡി നീതി ആയോഗ്. ആൻസർ ഓപ്ഷൻ ഡി നീതി ആയോഗ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ സി കെയ്ൻസ്, ഓപ്ഷൻ ഡി എം.എസ്. സ്വാമിനാഥൻ. ആൻസർ ഓപ്ഷൻ ഡി എം.എസ്. സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, വികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം? ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ബാങ്ക് ഓഫ് ബറോഡ, ഓപ്ഷൻ ഡി നബാർഡ്. ആൻസർ ഓപ്ഷൻ ഡി നബാർഡ്. അടുത്ത ചോദ്യം, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ പണച്ചുരുക്കം, ഓപ്ഷൻ ബി നിശ്ചലാവസ്ഥ, ഓപ്ഷൻ സി പണപ്പെരുപ്പം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി പണപ്പെരുപ്പം. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് എന്ന്? ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28, ഓപ്ഷൻ ബി 2023 സെപ്റ്റംബർ 27, ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20, ഓപ്ഷൻ ഡി 2023 സെപ്റ്റംബർ 21. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20. അടുത്ത ചോദ്യം, കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ എ കേരള ഗ്രാമം, ഓപ്ഷൻ ബി നാടൻ കളി, ഓപ്ഷൻ സി സൗഹൃദക്കൂട്ടം, ഓപ്ഷൻ ഡി കളിത്തട്ട്. ആൻസർ ഓപ്ഷൻ ഡി കളിത്തട്ട്. അടുത്ത ചോദ്യം, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ വി.ടി. ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമികൾ. ആൻസർ ഓപ്ഷൻ എ വി.ടി. ഭട്ടതിരിപ്പാട്.
അടുത്ത ചോദ്യം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. ഓപ്ഷൻ എ താലോലം, ഓപ്ഷൻ ബി ശരണ്യ പദ്ധതി, ഓപ്ഷൻ സി സ്നേഹസ്പർശം, ഓപ്ഷൻ ഡി സ്നേഹസ്വാന്തനം. ആൻസർ ഓപ്ഷൻ ഡി സ്നേഹസ്വാന്തനം. ചേരുംപടി ചേർക്കുക പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും. 23ാമത്തെ ചോദ്യത്തിന് ആൻസർ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. പ്രസ്താവനകൾ: ആദ്യത്തെ, ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. ആൻസർ ബിയും സിയും ആണ് ശരി. അതായത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ് എന്ന സ്റ്റേറ്റ്മെന്റും മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്നതുമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ആദ്യത്തെ പ്രസ്താവന, ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. അടുത്തത്, ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഇതിൽ എയും ബിയും ഡിയും തെറ്റാണ്. സി മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആചാര്യ നരേന്ദ്രദേവ്, ബി ശ്യാമപ്രസാദ് മുഖർജി, സി ഡോക്ടർ BR അംബേദ്കർ, ഡി ദീൻ ദയാൽ ഉപാധ്യായ. ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആമുഖത്തിൽ, ബി മൗലികാവകാശങ്ങളിൽ, സി നിർദ്ദേശക തത്വങ്ങളിൽ, ഡി മൗലിക ചുമതലകളിൽ. ആൻസർ ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളിൽ. ഇരുമ്പടി ചേർക്കലാണ്. നമുക്ക് നോക്കാം ആൻസർ. അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഭരണഘടന ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്കയിൽ നിന്നും, അവശിഷ്ടാധികാരങ്ങൾ കാനഡയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ മണ്ഡൽ കമ്മീഷൻ, ബി സർക്കാരിയ കമ്മീഷൻ, സി ഷാ കമ്മീഷൻ, ഡി കോത്താരി കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിനു മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകൾ? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ, ബി ബാലഗംഗാധര തിലക്, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ഭയത്തിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം ഫിയർ എന്നത് എഴുതിയത് ആങ് സാൻ സൂകിയാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര അത് എഴുതിയത് നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ അത് എഴുതിയത് ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പുസ്തകം എഴുതിയത് JS മിൽ. അടുത്ത ചോദ്യം, 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ ഡോക്ടർ S ഫെയ്സി, ഓപ്ഷൻ ബി ശ്രീ കപിൽ കപൂർ, സി ഡോക്ടർ ഗുപ്ത, ഡി കമലേഷ് D പട്ടേൽ. ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ S ഫെയ്സി. അടുത്ത ചോദ്യം, ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥയുണ്ടാക്കുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയ, ബി ഹീമോഫീലിയ,
സി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഓപ്ഷൻ ഡി തലാസീമിയ. ആൻസർ ഓപ്ഷൻ സി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത ചോദ്യം, മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡേഷ് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ എ ചെറുകുടൽ, ബി തലച്ചോറ്, സി വൃക്ക, ഡി കരൾ. ആൻസർ ഓപ്ഷൻ ഡി കരൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത്? ഓപ്ഷൻ എ CO2, CO, SO2, മീഥേൻ. ഓപ്ഷൻ ബി CO2, മീഥേൻ, CFC, N2O. ഓപ്ഷൻ സി മീഥേൻ, CO, CFC, CO2. ഓപ്ഷൻ ഡി CO2, SO2, CO, N2O. ആൻസർ ഓപ്ഷൻ ബി CO2, മീഥേൻ, CFC, N2O. അടുത്തത്, IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? ഓപ്ഷൻ എ കൗമാരക്കാരിലെ ആത്മഹത്യാ പ്രവണത തടയുക. ഓപ്ഷൻ ബി ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. ഓപ്ഷൻ സി കുട്ടികളുടെ പരീക്ഷാ പേടി മാറ്റുന്നതിന്. ഓപ്ഷൻ ഡി രോഗികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ. ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുന്ന. ചോദ്യം, 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര? ഓപ്ഷൻ എ 100 വാട്ട്, ബി 200 വാട്ട്, സി 20 വാട്ട്, ഡി 500 വാട്ട്. ആൻസർ ഓപ്ഷൻ ഡി 500 വാട്ട്. അടുത്ത ചോദ്യം, ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്ത്? ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതി, ബി സൂര്യൻ്റെ മാസ്, സി ഭൂമിയുടെ മാസ്, ഡി ചന്ദ്രൻ്റെ മാസ്. ആൻസർ ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതി. അടുത്തത്, ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ഓപ്ഷൻ എ ഭൂസ്ഥിര ഉപഗ്രഹം, ബി കാലാവസ്ഥാ ഉപഗ്രഹം, സി ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, ഡി ആശയവിനിമയ ഉപഗ്രഹം. ആൻസർ ഓപ്ഷൻ ഡി കാലാവസ്ഥാ ഉപഗ്രഹം. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ഓപ്ഷൻ എ ബലം, ബി സമയം, സി വേഗത, ഡി ദൂരം. ആൻസർ ഓപ്ഷൻ ഡി ദൂരം. അടുത്തത്, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എ ലെഡ്, ബി അലുമിനിയം, സി പ്ലാറ്റിനം, ഡി ലിഥിയം. ആൻസർ ഓപ്ഷൻ ഡി ലിഥിയം. അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ പീരിയഡ് 3 ഗ്രൂപ്പ് 1, ബി പീരിയഡ് 4 ഗ്രൂപ്പ് 3, സി പീരിയഡ് 4 ഗ്രൂപ്പ് 13, ഡി പീരിയഡ് 3 ഗ്രൂപ്പ് 3. ആൻസർ പീരിയഡ് 4 ഗ്രൂപ്പ് 13. അടുത്ത ചോദ്യം, കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് 30.98 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത്, CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത്, CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കില്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്. CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത്, K, Mg, Al, Si എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ എ K ഗ്രേറ്റർ ദാൻ Mg, ഗ്രേറ്റർ ദാൻ Al, ഗ്രേറ്റർ ദാൻ Si. അതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. അടുത്തത്, CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് സാഗീതം, കലി, ദൈവത്താർ, ലങ്കാലക്ഷ്മി. ആൻസർ 1ഉം 4ഉമാണ്. സാഗീതവും ലങ്കാലക്ഷ്മിയുമാണ് ആൻസർ. കണ്യാർ കളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? സ്റ്റേറ്റ്മെൻറ്റ് 1 പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. 2 മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. 3 ചിലപ്പതികാര കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. ആൻസർ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്.
ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ആശാപൂർണ ദേവി, 2 ശരൺകുമാർ ലിംബാളെ, 3 പ്രഭാവർമ്മ, 4 എം ലീലാവതി. ആൻസർ 2ഉം 3ഉം. ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ എന്നിവരാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ. കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഓപ്ഷൻ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഒളിമ്പിക്സ്, സാഫ് ഗെയിംസ്. ആൻസർ ഓപ്ഷൻ സി ഒളിമ്പിക്സ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഓപ്ഷൻ എ അനാട്ടമി ഓഫ് എ ഫോൾ, ഓപ്പൺഹെയ്മർ, വാർ ഈസ് ഓവർ, പുവർ തിങ്സ്. ആൻസർ ഓപ്പൺഹെയ്മർ. അവനിവനെ എന്നറിയുന്നതൊക്കെ ഓർത്ത ലവനിയിലാദ്യമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരനു സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻ എ ദൈവദശകം, ബി ആത്മോപദേശ ശതകം, സി ദർശനമാല, ഡി അനുകമ്പ ദശകം. ആൻസർ ഓപ്ഷൻ ബി ആത്മോപദേശ ശതകം. അടുത്തത് മാത്സ് പ്രോബ്ലംസ് ആണ്. നമുക്ക് ആൻസർ മാത്രം നോക്കി പോകാം. 51ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ എ 50 മീറ്റർ ആണ്. 52ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി 115 ഡിഗ്രി. 53ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി 100. 54ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ബി 15 ദിവസം. 55ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി 30. 56ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ എ 32. 57ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 44,100. 58 ഓപ്ഷൻ ബി 24. 59 ഓപ്ഷൻ ഡി 7%. 60 ഓപ്ഷൻ ബി 45 km/മണിക്കൂർ. 61 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതിനും ആൻസർ നോക്കി പോവാം. 61ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓൺ ആണ്. 62 ഓപ്ഷൻ സി ടോക്കറ്റീവ്. 63 ഓപ്ഷൻ സി ലൈക്സ്. 64 ഓപ്ഷൻ ബി ഹോഴ്സ്. 65ാമത്തെ ഓപ്ഷൻ ബി അൺടിൽ. 66 ഓപ്ഷൻ എ കീപ്സ്. 67 ഓപ്ഷൻ സി റൺ ഔട്ട്. 68 ഓപ്ഷൻ ഡി വുഡ്. 69 ഓപ്ഷൻ ഡി എ. 70 ഓപ്ഷൻ എ വെൻറ്റ്. 71 തൊട്ടിട്ട് 80 വരെയുള്ളത് മലയാളം ചോദ്യങ്ങളാണ്. പിരിച്ചെഴുതുക. അവൻ എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആ പ്ലസ് എന്നാണ് അവൻ. അടുത്തത് 72ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 73ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം. 74ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. 75ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ഇ സംയോഗം. 76 ഓപ്ഷൻ ഡി പക്ഷി. 77 ഓപ്ഷൻ സി ദുർജനം. 78 ഓപ്ഷൻ ബി മഞ്ഞ് നീഹാരം തുഷാരം. 29 ഓപ്ഷൻ സി ഭൃത്യൻ. 80 ഓപ്ഷൻ ഡി ദിക്കുകളെ ജയിക്കൽ. അടുത്ത ചോദ്യം നോക്കാം. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം. ഓപ്ഷൻ ബി 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗികാതിക്രമം. ഓപ്ഷൻ സി ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്. 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. അടുത്ത ചോദ്യം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ഓപ്ഷൻ എ സർക്കാർ ഏജൻസികൾ മാത്രം. ബി ഡാറ്റ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ മാത്രം. സി സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. ഓപ്ഷൻ ഡി ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾ മാത്രം. ആൻസർ ഓപ്ഷൻ സി ആണ്. സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും.
അടുത്ത ചോദ്യം, 2000-ലെ വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ, ഒരു പ്രത്യേക സമൂഹത്തിന് നിന്ദാകരമായി കണക്കാക്കപ്പെടുന്ന വിഷയം. ബി, വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം. സി, സർക്കാരിനെയോ അതിൻ്റെ നയങ്ങളെയോ വിമർശിക്കുന്ന വിഷയം. ഡി, ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം. ആൻസർ ഓപ്ഷൻ ബി ആണ്. വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം. അടുത്ത ചോദ്യം, 2005-ലെ വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. ബി, കോടതി പ്രസിദ്ധീകരണം നിരോധിച്ചതായിട്ടുള്ള വിവരങ്ങൾ. സി, ഒരു വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം. ഡി, മന്ത്രിസഭാ ചർച്ചകളുടെ രേഖകൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മന്ത്രിസഭാ ചർച്ചകളുടെ രേഖകൾ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയായാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡേഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. ഓപ്ഷൻ എ 15, ബി 10, സി 7, ഡി 5. ആൻസർ ഓപ്ഷൻ ഡി 5 ആണ്. അടുത്ത ചോദ്യം, ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഓപ്ഷൻ എ, മാനസിക ശേഷിയില്ലായ്മ. ബി, ശൈശവം. സി, ലഹരി. ഡി, നിയമത്തിൻ്റെ തെറ്റ്. ആൻസർ ഓപ്ഷൻ ബി, ശൈശവമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ഷണ്ടനാക്കുക. ബി, അസ്ഥിയുടെ സ്ഥാനഭ്രംശം. സി, സ്ഥിരമായ രൂപഭേദം. ഡി, 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. ആൻസർ ഓപ്ഷൻ ഡി, 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വകുപ്പുകളിൽ 2013-ലെ ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്? സ്റ്റേറ്റ്മെൻറ്റ് 1 IPC സെക്ഷൻ 370A. സ്റ്റേറ്റ്മെൻറ്റ് 2 IPC സെക്ഷൻ 376D. സ്റ്റേറ്റ്മെൻറ്റ് 3 IPC സെക്ഷൻ 354. ആൻസർ മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, സെഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെയിടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് സെഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്തു കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ, ക്രിമിനൽ വിശ്വാസ ലംഘനം. ബി, സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. സി, മോഷണം. ഡി, കവർച്ച. ആൻസർ ഓപ്ഷൻ ബി, സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. അടുത്ത ചോദ്യം, നോൺ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? ഓപ്ഷൻ എ, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കാം, എന്നാൽ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ബി, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയും വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ആവാം. സി, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. ഓപ്ഷൻ ഡി, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കാൻ പാടുള്ളതല്ല, എന്നാൽ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ സി, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. അടുത്ത ചോദ്യം, 1973-ലെ ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? ഓപ്ഷൻ എ, അന്വേഷണ വേളയിൽ മാത്രം. ബി, അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ എന്ന എൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ്. സി, അന്വേഷണത്തിനിടയിലും എൻക്വയറിക്കിടയിലും. ഡി, വിചാരണ ആരംഭിച്ചതിനു ശേഷം. ആൻസർ ഓപ്ഷൻ ബി ആണ്, അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ എന്നാൽ എൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ്.
92ാമത്തെ ക്വസ്റ്റ്യൻ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. മേൽപ്പറഞ്ഞ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ശരിയായത് ഏതാണെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ശരി, 2, 3 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതായത് FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. അതാണ് ശരി. അടുത്തത് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? സ്റ്റേറ്റ്മെൻറ്റ് 1, വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് 2, കുറ്റാരോപിതനായ വ്യക്തിക്ക് പുറമെ ഏതൊരാൾക്കും വിവരങ്ങൾ നൽകാം. സ്റ്റേറ്റ്മെൻറ്റ് 3, നൽകിയ വിവരങ്ങൾ തുടർന്നുള്ള സംഭവങ്ങളാൽ സ്ഥിരീകരിക്കാനാവില്ല. സ്റ്റേറ്റ്മെൻറ്റ് 4, വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. ഇതിൽ ആൻസർ വരുന്നത് 1ഉം 4ഉമാണ്. അതായത് വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം, അതുപോലെ വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. അതാണ് ആൻസർ. അടുത്ത ചോദ്യം, കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ, വിദഗ്ധമായ അറിവുകൊണ്ട് എതിർ കക്ഷിയെ ഭയപ്പെടുത്തുക. ബി, സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. സാങ്കേതിക കാര്യങ്ങളിൽ ജഡ്ജിയെ ആശയക്കുഴപ്പത്തിലാക്കുക. ഡി, അനാവശ്യമായ സാങ്കേതിക കാരണങ്ങളാൽ നിയമ നടപടികൾ വൈകിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. അടുത്ത ചോദ്യം, 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ഓപ്ഷൻ എ, പോലീസ് ഉദ്യോഗസ്ഥന്റെ കർത്തവ്യങ്ങൾ. ബി, പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതിനെ കുറിച്ച്. സി, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. ഡി, പോലീസ് ഉദ്യോഗസ്ഥന്റെ വിശദീകരണ ബാധ്യത. ആൻസർ ഓപ്ഷൻ സി, പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിന്. ബി, പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുവാനും കാര്യങ്ങൾ ബോധിപ്പിക്കാനുമുള്ള അവകാശം. ഡി, പരാതി നൽകിയതിനെ സംബന്ധിച്ച് കൈപ്പറ്റ രസീത് ലഭിക്കുവാനുള്ള അവകാശം. ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ്, പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക എന്നൊരു അവകാശമില്ല. അടുത്ത ചോദ്യം, 2011 കേരള പോലീസ് ആക്ട് കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏത്? ഓപ്ഷൻ എ, സ്ത്രീകൾ. ബി, രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായവർ. സി, അഴിമതി, സാൻമാർഗിക അധപതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. ഡി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. ആൻസർ ഓപ്ഷൻ സി, അഴിമതി, സാൻമാർഗിക അധപതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. അടുത്ത ചോദ്യം, 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? ഓപ്ഷൻ എ, സെക്ഷൻ 31A. ബി, സെക്ഷൻ 27. സി, സെക്ഷൻ 31. ഡി, സെക്ഷൻ 35. ആൻസർ ഓപ്ഷൻ എ, സെക്ഷൻ 31A. അടുത്ത ചോദ്യം, 1985 നാർക്കോട്ടിക്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും എ, കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാവുന്നതുമാണ്. ബി, നോൺ കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. സി, കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി, കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്.
അടുത്ത ചോദ്യം 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏതു ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ പിഴയോട് കൂടി 5 വർഷം വരെ തടവ്, ബി തടവില്ലാതെ നാമമാത്രമായ പിഴ അടയ്ക്കൽ, സി കുറ്റവാളിയെ താക്കീത് ചെയ്യുക, ഡി 6 മാസത്തേക്ക് കമ്മ്യൂണിറ്റി സേവനം. ആൻസർ ഓപ്ഷൻ എ ആണ്, പിഴയോട് കൂടി 5 വർഷം വരെ തടവ്. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സും ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.